ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ അടുത്ത് എന്തിന് ഈ വീഡിയോ വന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? കാർഡ്സിന് എന്താണ് നിങ്ങളോട് പറയാൻ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടി വന്നതായ പ്രശ്നങ്ങളെ എല്ലാം തന്നെ നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടാനായിട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിച്ചു. വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. നിങ്ങളുടെ മേൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുമുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ട്രിക്റ്റ് ആണ് അല്ലെങ്കിൽ അച്ചടക്കത്തോടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സീരിയസ് ആയി മുന്നോട്ട് നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ആസ്വദിക്കാൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സന്തോഷത്തോടെ ഇരിക്കുക എന്നാണ്, നന്നായിട്ട് പുഞ്ചിരിക്കുക എന്നാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകാം, ജീവിതത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരുപാട് പ്രാക്ടിക്കലായി എന്ന്. പണ്ടത്തെ കാലം വളരെ നല്ലതായിരുന്നു എന്ന്. പണ്ട് ഞാൻ ചിലവഴിച്ച സമയങ്ങൾ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ആവാം, എൻ്റെ പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ ഒക്കെ ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു സമയം എത്ര നല്ലതായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാലമൊക്കെ എത്ര നല്ലതായിരുന്നു. അതൊക്കെ എത്ര വേഗം കഴിഞ്ഞുപോയി, ഇനി അതൊന്നും വരില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ശരിയാണ്. ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവാം. ഇവിടെ ഈ കാർഡ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മേൽ യൂണിവേഴ്സിൻ്റെ കൃപ വരുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കും. ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതും കാണാം. ചിലർക്ക് ചിലപ്പോൾ കല്യാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഗുഡ് ന്യൂസ് ആവാം. ചിലർക്ക് ജോലി സംബന്ധമായ ഗുഡ് ന്യൂസ് ആവാം, പ്രൊമോഷനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലി ലഭിക്കുന്നതോ അങ്ങനെയൊക്കെ ആകാം. എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ തോന്നുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ന്യൂസിൽ ഉപരി നിങ്ങളുടെ മനസ്സിന് നല്ല രീതിയിലുള്ള സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. അത് ഏത് വഴിയായിരിക്കും ലഭിക്കുന്നത്? നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമ്പോഴായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ബ്ലെസ്സിങ്സിൽ കൂടി ആകാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെയോ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇത് ഡിവൈൻ ബ്ലെസ്സിങ്സിൻ്റെ കാർഡാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളെ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരായാലും അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനറിയാം. നിങ്ങളൊന്നും തന്നെ അങ്ങോട്ട് പറയേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. നിങ്ങളൊരു പക്ഷേ അതിപ്പോൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും വൈകാതെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് എന്ത് തന്നെ ആയാലും അത് നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതും നല്ലതിന് വേണ്ടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒക്കെയും എങ്ങനെ നടക്കും എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെയും തുറക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഈ ഭക്തിക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ആ ടൈമിങ്ങിൽ, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കായിട്ട് അദ്ദേഹം കരുതി വെച്ചവയെ ഒന്നും തന്നെ ആർക്കും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ അവയെ നിങ്ങളിൽ എത്തുന്നതിൽ നിന്നും തടഞ്ഞു വയ്ക്കാനോ ആർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ പല വ്യക്തികൾക്കും അവരിലില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളിലുണ്ട് എന്ന്
തിരിച്ചറിഞ്ഞപ്പോഴാണ് നിങ്ങളോട് ഈ ഒരു വെറുപ്പും ഈ ഒരു അസൂയയും ഒക്കെ ഉണ്ടായത്. അത് തീർത്തും അവരുടെ മാത്രം പ്രശ്നമാണ്, നിങ്ങളുടെ അല്ല. അവർ നിങ്ങളോട് മോശമായി പെരുമാറിയത് നിങ്ങളിലുള്ള ആ ഒരു ഗുണത്തെ അവർ കണ്ടതുകൊണ്ടാണ്. എന്നാൽ അത് അവരിലില്ല. അതിൽ നിന്നുണ്ടായ അസൂയയോ വെറുപ്പോ ഒക്കെ തന്നെയാണത്. അതൊരിക്കലും നിങ്ങളുടെ പ്രശ്നമല്ല, അത് തീർത്തും അവരുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ആർക്കു വേണ്ടിയും നിങ്ങളുടെ വൈബ്രേഷൻസിനെ താഴ്ത്താതെ ഇരിക്കുക. അവർ നിങ്ങളുടെ വൈബ്രേഷന് ചേരാത്തവരായതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവരെ മാറ്റിയത്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പകുതി വഴിക്ക് നിങ്ങളെ വിട്ടു പോകേണ്ടതായി വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരോടൊത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വൈബ്രേഷനെ നിങ്ങൾ താഴ്ത്താതിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതം വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം പലപ്പോഴും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു ഭൂമിയിൽ വരുന്നത് ഒന്നുമില്ലാതെയാണല്ലേ. കുഞ്ഞുങ്ങളായിട്ട് ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ നമ്മളൊന്നും കൊണ്ടുവരുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നിൻ്റെ പുറകെ ഇങ്ങനെ പോകാൻ തുടങ്ങും. പൈസയുടെ പുറകെ, വ്യക്തികളുടെ പുറകെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ. അതോർത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മൾ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റാക്കും. നമ്മുടെ നല്ല നല്ല ഒരുപാട് മൊമെൻറ്റ്സ് നമ്മൾ വേസ്റ്റാക്കും. ഒരുപാട് നമ്മൾക്ക് വില നൽകാത്ത അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ പുറകെ നടന്നിട്ട്, എന്നിട്ട് അവസാനം നമ്മൾ പോകുമ്പോഴോ ഇതേപോലെ ഒന്നുമില്ലാതെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോകുന്ന സമയത്ത് വെറും കൈയോടെയാണ് പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ സോള് എന്തെങ്കിലും നേടിയെടുത്തോ എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ സോളിന് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിരിക്കണം. നമ്മുടെ നല്ല കർമ്മങ്ങൾ, നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ, നമ്മുടെ നല്ല നല്ല തീരുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോളിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് വേണം പോകാനുള്ളത്. ശരിയാണ്, നിങ്ങൾ ഒരുപാട് വ്യക്തികളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, വിഷമിപ്പിച്ചിട്ടുണ്ടാകാം, ചതിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടാകാം, അങ്ങനെ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, തരം താഴ്ത്തിയിട്ടുണ്ടാകാം. പക്ഷേ അതെല്ലാം അവരുടെ പ്രശ്നമാണ്. അവരിലില്ലാത്തതാണ് അവർ അസൂയ മൂത്തിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് കാണിക്കുന്നത്. അത് അവരുടെ കർമ്മമാണ്, നിങ്ങളുടെ അല്ല. നിങ്ങളുടെ കർമ്മം എന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറി, അതിന് തിരിച്ച് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോയാൽ നിങ്ങൾ അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അല്ലേ. അവരിത് ചെയ്തു, അത് അവരുടെ കർമ്മം, അതിനുള്ളത് യൂണിവേഴ്സ് കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും നമ്മളുടെ സമയമാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. നമ്മളുടെ ഈ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഒരുപാട് നല്ല വ്യക്തികളെ നിങ്ങൾക്ക് ഇനിയും കാണാനുണ്ട്. ഒരുപാട് നല്ല നല്ല വ്യക്തികളെ, നല്ല നല്ല അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും നേരിട്ട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ റിവെഞ്ചിന് വേണ്ടി അവർക്കത് കിട്ടണം എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളിലുള്ള നല്ല കർമ്മങ്ങളും കൂടെ അവർക്ക് പോവും. പക്ഷെ നമ്മളത് പറയാതെ നമ്മളെ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ അവർക്ക് കിട്ടേണ്ടത് ഉറപ്പായിട്ടും കിട്ടും. കാരണം അതങ്ങനെയാണ്. പക്ഷേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ്, നമ്മളുടെ മൈൻഡ് സെറ്റ് പോസിറ്റിവിറ്റിയിലോട്ട് എത്തുമ്പോഴായിരിക്കും അവിടെ ആൾക്ക്, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് പണി കിട്ടാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് റിവെഞ്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ജസ്റ്റിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ന്യായവിധി എന്ന് പറയുന്നത് അത് തീർത്തും നല്ല ഒരു ന്യായം തന്നെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് യൂണിവേഴ്സിൻ്റെ നിയമമാണ്, കർമ്മയുടെ നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയും എന്തെങ്കിലും ഒരു കാരണത്തിനായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയതാണ്, അല്ലാതെ ഒരു ആക്സിഡൻ്റലി ഒന്ന് കണ്ടുമുട്ടിയതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഓരോ വ്യക്തികളെയും നിങ്ങൾ കണ്ടുമുട്ടിയതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാഠമുണ്ട്. ഈ വന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ഓരോന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ നല്ല പാഠങ്ങളായിരിക്കാം, ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ളതായിരിക്കാം. പക്ഷേ എങ്കിലും അത് നിങ്ങൾ പഠിച്ചതാണ്. അത് നിങ്ങൾക്കൊരു നഷ്ടമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികൾ തന്ന പാഠവും നിങ്ങൾക്കൊരു നഷ്ടമല്ല.
നമ്മൾ ലൗകികമായിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ എന്നെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായി എന്ന് തോന്നും. പക്ഷേ നിങ്ങളെ സോളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തന്നെ നഷ്ടമല്ല. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ചാണ് തന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ വ്യക്തി ഏത് വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ അവരോട് താങ്ക് യു പറയുക. നിങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു, എനിക്ക് ഈ പാഠം തന്നു, എന്നെ പഠിക്കാൻ അനുവദിച്ചു, താങ്ക് യു പറയുക. അതുപോലെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണാം. പക്ഷെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നാളത്തെ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചോ ആയിരിക്കും. പാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും തരില്ല. പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യമാണ്, അല്ലേ? അതിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല, അതിൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് കഴിഞ്ഞു പോയതാണ്. അത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. പക്ഷേ ഒരുപാട് വ്യക്തികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ഫ്യൂച്ചർ എന്താകും, എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയാൽ എൻ്റെ ഫ്യൂച്ചർ എന്താകും. പക്ഷേ നിങ്ങൾ നാളത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇന്നത്തെ സമാധാനത്തെയാണ് കെടുത്തുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ, ചിലപ്പോഴല്ല 100% നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും. നിങ്ങളിന്ന് സമാധാനത്തോടെ ഇരുന്നാൽ, നിങ്ങൾ പ്രസൻറ്റിൽ ജീവിച്ചാൽ, ഇന്നത്തെ കാര്യം ആലോചിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നല്ലത് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അവിടെ ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പേടിയാണ്, എൻ്റെ ഫ്യൂച്ചർ നല്ലതായിരിക്കുമെന്ന് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്ന് ഓർത്ത് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സമാധാനത്തെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കുക. വിഷമിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള, നിങ്ങളുടെ ഹെൽത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിക്കോട്ടെ, നിങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്ത് സമയം ഒരുപാട് പോവുകയല്ലേ, ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഓവർ തിങ്കിങ്, അതായത് അമിതമായിട്ടുള്ള ചിന്തകൾ വരുന്നോ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള, പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നോ, ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒന്ന് തിരുത്തി നോക്കൂ. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്ത് പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിൽ വന്നത്, ആ ഒരു പാഠം നിങ്ങൾ പഠിക്കുന്നത് വരെ അതേപോലുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ വ്യക്തികളോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരു കാര്യം നിങ്ങൾ കണ്ടാൽ ആ ഒരു കാര്യത്തിൽ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു വൈബ്രേഷനിലേക്ക് താഴാതിരിക്കുക. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അതേപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ വന്നത് ഈ ഒരു പാഠം പഠിക്കാനായിരിക്കും. അപ്പോൾ പിന്നെ അത് പഠിച്ചാലല്ലേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷനെ താഴ്ത്താതെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടോ ആരോടും യാചിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നത് ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില നൽകും. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കായിട്ട് ഉള്ളവയാണ് അവയെല്ലാം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. നിങ്ങൾ അതിനുവേണ്ടി യാചിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ യാചിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ യാചിക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ദുഃഖങ്ങളായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും തന്നെ താൽക്കാലികമാണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആവുമ്പോഴാണ്, അവിടെയാണ് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. അത്ര ഉള്ളൊരു ദൂരത്തിൽ നമ്മൾ കാണുന്ന വ്യക്തികളെ ചിലപ്പോൾ നമ്മൾ പിന്നെ ഓർക്കണമെന്നില്ല, അല്ലേ? അതുപോലെ തന്നെയാണിത്. നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് ജീവിതം എടുത്ത് വന്നപ്പോൾ നമ്മൾ കാണുന്ന വ്യക്തികളാണ്. ഒരു ബസ്സിൽ പോകുന്ന ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ജീവിതവും. ആ ഒരു സമയത്ത് കിട്ടുന്ന ഈ ഒരു ദുഃഖങ്ങളും പേറി നമ്മൾ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ സോളിന് എന്താണ് വേണ്ടത് അത് മാത്രം നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.
വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.